ഹലോ ഗായ്സ്, എല്ലാവരും എന്തൊക്കെ പറയുന്നു? സുഖമാണോ? അപ്പോൾ നമ്മളിത് ഇന്ന് ഹൂസ്റ്റണിലുള്ള ഒരു സ്പെഷ്യൽ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. നാസ. അതെ, നമ്മുടെ എല്ലാവർക്കും തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് നാസ. ബഹിരാകാശ പരിപാടികൾ, റോക്കറ്റ്, എന്താ പറയുക, ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ബഹിരാകാശ കേന്ദ്രം എന്നൊക്കെ പറയല്ലേ. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. നാസയുടെ പഴയ കാര്യങ്ങളും അവിടുത്തെ ചരിത്രങ്ങളും ഇതൊക്കെ കാണാൻ വേണ്ടി ഇവിടുത്തെ മ്യൂസിയം എല്ലാം ഉണ്ട്. അപ്പോൾ അതായത് നാസയുടെ ആദ്യത്തെ എന്താ പറയുക ഏറ്റവും വലിയ ഏരിയ ഇതായിരുന്നു. ഇവിടുന്ന് ഇപ്പോൾ ഫ്ലോറിഡയിലോട്ട് മാറി. പക്ഷേ എങ്കിലും സ്റ്റിൽ ഇവിടെ പഴയ എല്ലാ കാര്യങ്ങളും ഉണ്ട്. എവിടെ ലാസ്റ്റ് എൻട്രി എവിടെയാണെന്ന് പറഞ്ഞാൽ? താങ്ക് യു. അപ്പോൾ അതായത് നമ്മൾ 34 പൗണ്ടിൻ്റെ ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത്. പോട്ടെ. നമ്മൾ നേരെ ടൂർ പാക്കേജ് പോലെ 34 പൗണ്ടിൻ്റെ ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് $34. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞാൽ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം കാണാൻ പറ്റും. ഇവർ തന്നെ നമുക്ക് നല്ലൊരു ഗൈഡ് ടൂർ പോലെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എടുക്കണം. ഇപ്പോൾ ട്രാം ടൂർ എടുക്കാൻ പോവുകയാണ്. കൊള്ളാമല്ലേ? പക്ഷെ ഇന്ന് വന്നപ്പോൾ വെതർ ചെറിയ സീനുള്ളതുകൊണ്ട് നമുക്ക് മിക്കവാറും പലതും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഗൈസ്. ഉറപ്പില്ല, നോക്കാം. അതെ, ഇവിടുന്ന് ട്രാം ടൂർ എടുക്കുകയാണ്. ആദ്യം പുറത്തെല്ലാം നമ്മളെ കൊണ്ട് കാണിക്കും. അത് കഴിഞ്ഞ് നമുക്ക് അകത്തോട്ട് കയറാം. കാരണം ഇതിൻ്റെ ടൈമിങ് 3 മണിയാണ് ലാസ്റ്റ് ട്രാം ടൂറിൻ്റെ ടൈം. അപ്പം നമ്മളെടുക്കുന്ന ഈ 34ൻ്റെ ടിക്കറ്റിനകത്ത് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ട്രാം ടൂറുണ്ട്, ഇൻസൈഡ് ട്രിപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ വരുന്നവർ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഏറ്റവും നല്ലത് ഇതുപോലെ ട്രിപ്പ് എടുക്കുന്നതായിരിക്കും. ഇത് 5 മണി വരെ ഉള്ളൂ. ഞങ്ങൾ ഇവിടെ 2:45 എത്തി. 3 മണിയുടെ ലാസ്റ്റ് ട്രാമൊക്കെ കിട്ടി. അപ്പോൾ ബാക്കി കാഴ്ചകൾ കണ്ടിട്ട് പറയാം. പക്ഷേ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. സംഭവം കൊള്ളാം. അർക്കിലേക്കുള്ള ടൂർ കേട്ടോ. ഈ ട്രാമിൽ കയറി നമ്മൾ റോക്കറ്റ് പാർക്കുകൾ കാണാൻ പോവാണ്. റോക്കറ്റുകൾ അല്ലേ, റോക്കറ്റുകൾ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം കാണാൻ പോയിരിക്കും അല്ലേ, പഴയ റോക്കറ്റുകൾ. ഡ്രൈവർ വണ്ടി എടുത്തിരിക്കുകയാണ്. പറയുന്നു ഇതാണ് നമ്മൾ കാണാൻ സമയം കിട്ടാഞ്ഞ ഒരു ആനിമലാണ്. ടെക്സസിലെ ഒരു പശു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനെ പറഞ്ഞാൽ ടെക്സസ് ലോങ്ങോൺ എന്നാണ് പറഞ്ഞത്. അവരുടെ കൊമ്പുകൾക്കാണ് ഇതിൽ പ്രത്യേകത. ആ കൊമ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വളരെ ഭയങ്കര ബിഗ് ഒരു കൊമ്പ്, ഒരു 1.5 മീറ്റർ ഒരു സൈഡ്, അത്രയും വലിയ കൊമ്പുള്ള ഒരു പശുവാണിത്. അപ്പോൾ അതേ നമ്മുടെ
ട്രാമിൽ നമ്മൾ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് 2-3 മിനിറ്റ് ആയുള്ളൂ. 5 മിനിറ്റ് മാക്സിമം ഒരു യാത്രയേ ഉള്ളൂ നമ്മുടെ ഈ റോക്കറ്റ് പാർക്കിലേക്ക്. ഇവിടെ ആദ്യകാലത്തെ റോക്കറ്റ് തൊട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയ റോക്കറ്റ് വരെയും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. എന്തായാലും നമുക്ക് ചെന്നിട്ട് അതിൻ്റെ വിശേഷങ്ങൾ കാണാം. നമ്മളിവിടുത്തെ റോക്കറ്റ് പാർക്കിൽ എത്തിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചൊക്കെ വായിച്ചു നോക്കട്ടെ എന്താണെന്നുള്ളത്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും. ഇതെല്ലാം കൊടുത്താലേ സംഭവം. ജോ രണ്ടാമൻ. എൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം. ഈ കാണുന്നതാണ് ഫസ്റ്റ് അമേരിക്കൻ സ്പേസ് ഷിപ്പാണിത്. അമേരിക്കയുടെ ആദ്യത്തെ ബഹിരാകാശ പേടകമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് എത്രയോ വർഷം 1961 2 പേര് പോയ ഒരു പേടകമാണ് നമ്മൾ കാണുന്നത്. വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവത്തിൽ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നതൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ള സ്ഥലങ്ങൾ നമ്മളിപ്പോൾ അടുത്തറിയാൻ തുടങ്ങി. നമ്മളിപ്പോൾ നേരിട്ട് കാണാൻ തുടങ്ങുന്നത്. അതൊക്കെ ഭയങ്കര എന്നാ പറയുക, സന്തോഷമുണ്ട് ഇത് കാണുമ്പോൾ. നമ്മൾ പണ്ട് നമ്മൾ പുസ്തകങ്ങൾ വായിച്ച് നമ്മൾ നേരിട്ട് കണ്ടു തുടങ്ങുന്നു, നേരിട്ട് കാണുന്നു. അതെ, തൊട്ട് നോക്ക്. തൊട്ട് എൻ്റെ അപ്പോ എന്നെ ഇത് എന്നെ അറിയാമേ. ഈ ഡ്രൈവർ ഇതിനകത്തുള്ളവരെല്ലാം ഡ്രൈവേഴ്സ്, പൈലറ്റ് പോലെ. ഇതിന് ഡ്രൈവർ ഉണ്ടോന്ന് ചോദിച്ചാ കേട്ടോ. ഇതിന് ഡ്രൈവറുണ്ട് കിളിയുണ്ട് അല്ലേ. ഇതിന് ഡ്രൈവറുണ്ട് കിളിയുണ്ട്. അതെ ഉണ്ടോ? റോക്കറ്റ് ഇങ്ങനെ ഫൂന്ന് പറഞ്ഞ് പറന്നു പോകും. അത്യാവശ്യം വിവരങ്ങൾ ഞാൻ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ നിങ്ങൾ പോസ് അടിച്ച് വായിച്ചു നോക്കേണ്ടതാണ്. കൈ ആണല്ലേ. ഇതാണ് അപ്പോളോ 1. ഇവർ 3 പേരുമായിരുന്നു ആദ്യത്തെ. ഇല്ലേ? ഇഷ്ടപ്പെട്ട്. ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കാര്യം പറഞ്ഞാൽ നമ്മൾ അത്രയും റിയാക്ക് ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ലായിരുന്നു. പക്ഷെ എനിക്ക് കുറച്ചൊക്കെ ഇത് കാണുന്നുണ്ടായിരുന്നു, അത് കാണാൻ വേണ്ടി വന്നാൽ. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഞാനും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയത് കണ്ടപ്പോൾ. നമ്മൾ എന്താ അതിന് പറയണ്ടേ, ഒരു രസമുണ്ട് മൊത്തത്തിൽ. വന്ന് കഴിയുമ്പോൾ ഇഷ്ടപ്പെട്ടു പോകുമായിരിക്കും. നമ്മളിപ്പോൾ ഇവിടുന്ന് റോക്കറ്റ് പാർക്കിൽ നിന്ന് അടുത്ത മെയിൻ ഏരിയകളിലോട്ട് പോവുകയാണ്. എല്ലാ സൗകര്യങ്ങളുണ്ട്. ഉണ്ടോ നമ്മളിത് പോകുമ്പോ അല്ലേ? എൻ്റെ പൊന്നെ
എൻ്റെ അമ്മ അയ്യോ നമുക്ക് അതിനകത്ത് കയറാൻ പറ്റും ആ മേളിൽ. ഇപ്പൊ അതിന്റെ അകത്ത് പോയി കണ്ടാൽ എൻ്റെ അകം അങ്ങനെ ഇരിക്കുന്നത് കാണാം. റോക്കറ്റ് ടൂർ കഴിഞ്ഞ് തിരിച്ച് അകത്തോട്ട് വന്നു. ഇനി ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. നമുക്ക് പറ്റുന്ന പോലെയൊക്കെ കാണാൻ പറ്റും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. പല സൊവനിയർ ഷോപ്പുകളും എല്ലാം ഉണ്ട് ഗൈസ്. Mission marks. എങ്ങനെയാണ് ഇതിൻ്റെ അകത്തെ ആളുകൾ ഇരിക്കുന്നതും വർക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിങ്ങനെ ഇതിനെക്കുറിച്ചുള്ള ഇതൊക്കെയാണ് ഡോക്യുമെൻ്ററീസ്. നമ്മളിതിൻ്റെ അകത്തുവഴി നടക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ എന്താ പറയുക പണ്ട് പഠിച്ചതൊക്കെ നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വളരെയധികം എൻ്റർടൈൻമെൻറ്റായിട്ട് നല്ല രീതിയിൽ ജനറൽ നോളജും നാസനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും കിട്ടാനുള്ള പലതരം ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും അമേരിക്കയിൽ വരുന്നവർ ഹൂസ്റ്റണിലോ അല്ലെങ്കിൽ ഫ്ലോറിഡയിലുള്ള നാസ സന്ദർശിക്കേണ്ടതാണ്. സീറ്റുകൾ അല്ലേ, സാറിൻ്റെ സീറ്റൊക്കെ ഫ്രീക്കനാ. ഇതൊക്കെ ഓരോ കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള ജാക്കറ്റുകളൊക്കെ ആയിരിക്കും അല്ലേ.
സേഫ്റ്റി. ഫുഡ് കഴിക്കുന്നു, കുളിക്കുന്നു. ഒരു പുള്ളി കുളിക്കണ്, ഒരു പുള്ളി മേലെ നിന്ന് ഫുഡ് കഴിക്കണം. നമ്മൾ നോക്കുന്ന പോലെ ഉണ്ടല്ലേ. അതേണ്ട ആ ചേട്ടൻ കുളിക്കുക കേട്ടോ. കുളി കഴിഞ്ഞ് തോർത്തുന്നുണ്ടോ. അപ്പോൾ അതായത് നമ്മൾ ലിഫ്റ്റ് എടുത്ത് സ്റ്റാർഷിപ്പിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടിയുള്ള പ്ലാനാണ്. ഷട്ടിൽ ഫ്ലൈറ്റ് ഡെക്ക്. ഫോട്ടോൻ്റെ വീഡിയോ എടുക്കണേ. നമ്മളിപ്പോൾ പണ്ട് നമ്മൾ ടി വിയിലും ഇതിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു സംഭവത്തിനകത്ത് നമ്മളിപ്പോൾ നിൽക്കുന്നത് അല്ലേ. ഒരു ഫ്ലൈറ്റിൻ്റെ അകത്ത് പല ചരിത്ര മുഹൂർത്തങ്ങൾ കടന്നുപോയ സ്ഥലത്താണ് നമ്മളിപ്പോൾ കാലുകുത്തി നിൽക്കുന്നത്. ചിന്തിക്കാറുണ്ട് ഒറ്റ പൊന്നെ. എങ്ങോട്ടോ വന്ന നഷ്ടമായില്ലല്ലോ. നമ്മളിത് മിസ്സാക്കിയത് നമുക്ക് നഷ്ടമായെന്ന് എനിക്ക് തോന്നാൻ. എത്ര പേർക്ക് അറിയാമെന്നറിയത്തില്ല ഇവിടെ നാസമുള്ളതായിരുന്നു. നമുക്കും അത്ര അറിവില്ലായിരുന്നു ഇവിടെ ആയെന്നുള്ളത്. പക്ഷേ ഇതൊക്കെ അൺഎക്സ്പെക്റ്റഡ് പെട്ടെന്ന് നന്നായിട്ട് നടന്ന്. അതാണായിട്ട് കാണിക്കണേ. അപ്പം അത് അങ്ങനെ ചെയ്ത ഒരു ഫ്ലൈറ്റാണിത്. ആ അല്ല ഇവര് ചെയ്തതല്ലേ. പൊറോട്ട കൊണ്ടുപോവാ. ആ മതി മതി മതി. എയർപ്ലെയിൻ ഓടിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നോ? നാസ അടിപൊളിയാണോ? അപ്പോൾ നാസ എല്ലാവരും വരണമെന്ന് പറ. വേറെ നാസ പോ അല്ലേ. ഇവിടെ ആണോ നോക്കണേ? ആ ഡൊമിനിക്ക് ഇതിനു മുമ്പ് നാസ വന്നിട്ടുണ്ട് കേട്ടോ. മെയിൻ ആളാ. ആ അതായിരുന്നല്ലേ. എന്ത് ഏതാ? അപ്പോൾ അതെ നമ്മളങ്ങനെ മൂണിനെ തൊടാൻ പോവുകയാണ് ഗൈസ്. ടച്ച് ദ മൂൺ. അങ്ങനെ അപ്പോളോ 17 കൊണ്ടുവന്നതല്ലേ.
മൂണ്ടൊരു പീസ് റോക്ക്. ആ അതാണ് മൂണ്ടാന്നുള്ള റോക്ക് നമ്മളിപ്പോൾ കയ്യിൽ ടച്ച് ചെയ്ത് ഒന്നുകൂടെ. അപ്പോൾ കൈസേ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് മൂണെ തൊടാൻ പോവാണ്. നാട്ടിൽ നമ്മൾ ഭൂമിയിൽ തന്നെ നിന്നുകൊണ്ട് നമ്മൾ മൂണെ തൊടുന്നതാണ് കാണുന്നത്. ടച്ച് ദ മൂൺ. മൂണിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണ് കേട്ടോ. ഇവിടെ വന്നുകൊണ്ട് അങ്ങനെ സംഭവിച്ച് നമ്മൾ മൂണ് ടച്ച് ചെയ്തിരിക്കുന്നു ഗൈസ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ പ്രിൻറ്റ് ചെയ്തെടുക്കാം. അതിന് $30. നല്ലതായിരുന്നു. ഞങ്ങൾക്ക് ഇന്നത്തെ കാര്യം ഞങ്ങൾ കൂടെ ഡൊമിനിക്കിന് ഞങ്ങൾ പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അല്ലേ, കോനത്ത് ബാമിലുള്ള പേരുള്ള പ്രത്യേക നന്ദി. നാസയിൽ ഞങ്ങളെ കാണിക്കാൻ കൊണ്ടുവന്ന DRന് പ്രത്യേകം നന്ദി. സോർട്ട് ചെയ്തതിന് ഇപ്പോഴും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ ഗൈസ്. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഓരോ സ്ഥലത്തും പ്രത്യേക സ്ഥലങ്ങളിൽ വരുന്നത്. കാരണം പിള്ളേരെ നോക്കാൻ ആളുള്ള സ്ഥലങ്ങളിലാണ് ഞങ്ങൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഇത്രയും ദിവസം മാത്രമേ ഉള്ളൂ, വേറെ മോഹങ്ങളുണ്ട്. അപ്പോൾ ഗൈസ് ഇത് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. എനിക്ക് ഒട്ടും താല്പര്യമില്ലാതെ വന്നതാണെങ്കിലും ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിനെപ്പറ്റി പഠിക്കാൻ കൂടുതൽ അറിയാൻ ഭയങ്കരമായി ആഗ്രഹമുണ്ട്. എനിവേ എല്ലാവരും വരിക, മസ്റ്റ് വിസിറ്റ്. അത്ര എനിക്ക് പറയാനുള്ളൂ ഗൈസ്. ഇന്നത്തെ നമ്മുടെ പരിപാടി ഇത്രേ ഉള്ളൂ. നാസ പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് പിള്ളേരെ കൊണ്ടൊക്കെ വരുമ്പോൾ അറിയാലോ. എങ്കിലും ഞങ്ങൾ കുറച്ചും കൂടെ എല്ലാം ഒപ്പി എടുക്കുന്നുണ്ട്. പിന്നെ വന്നപ്പോൾ ഞങ്ങൾക്കും അത്ര വലിയ ഐഡിയ ഇല്ല. വന്ന സ്ഥലമാണ് ഞങ്ങൾ വേണ്ട പോകണ്ട വരണ്ട എന്നൊക്കെ പ്ലാൻ ചെയ്ത്. പക്ഷേ ഫൈനലി വിൻസ് ഞങ്ങളോട് പറഞ്ഞ് എന്തായാലും ഇവിടെ വന്നിട്ട് പോയില്ല, മോശമാണെന്ന് പറഞ്ഞ് വിൻസ് കുറച്ചും കൂടെ ഇതിങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ച് എന്താ പറയുക താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ അത്ര താല്പര്യമില്ല. എനിക്ക് വന്നുണ്ടായിരുന്നു, കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അത്രയ്ക്ക് ഇതിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തില്ല. ഇവിടെ വന്നപ്പോഴാണ് എന്താണ് നാസ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായത്. വന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കര മിസ്സിങ് ആയിപ്പോയാൽ എന്തായാലും. അപ്പോൾ വന്നാൽ ഞങ്ങൾക്ക് ഒത്തിരി ഹാപ്പിയാണ്. അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.